നമ്മുടെ കേരള പോലീസിൻ്റെ സർവീസിൽ ആദ്യമായിട്ടൊരു പോലീസുകാരനായിട്ട് കയറുന്ന ആൾ കേരള ആംഡ് പോലീസിലോ അല്ലെങ്കിൽ SAP സ്പെഷ്യൽ ആംഡ് പോലീസിലോ അല്ലെങ്കിൽ MSP മലബാർ സ്പെഷ്യൽ പോലീസിലോ ആയിരിക്കും ട്രെയിനിങ്ങിനായിട്ട് കയറുന്നത്. ആ ട്രെയിനിങ്ങിൽ കയറുന്ന കാലയളവിൽ ആ പോലീസുകാരൻ്റെ യൂണിഫോമിൽ KAP എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ആംഡ് പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ SAP എന്നായിരിക്കും. മലബാർ സ്പെഷ്യൽ പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ MSP എന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ തൊപ്പിയാണ് ഈ കാണുന്ന തൊപ്പി. ഈ തൊപ്പിയിൽ KP കേരള പോലീസ് എന്നാണ് എംബ്ലം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇടുന്ന യൂണിഫോമിൻ്റെ ബെൽറ്റ് എന്ന് പറയുന്നത് വെള്ള നിറമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ 8 വർഷം കഴിയുമ്പോൾ അവരുടെ യൂണിഫോമിൽ ഒരു 3 വരയും കൂടെ വയ്ക്കും. അതിന് ഹവിൽദാർ അല്ലെങ്കിൽ പഴയ ഏട്ട് എന്നറിയപ്പെടും. അതിനെ അറിയപ്പെടുന്ന പേര് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നാണ്. അപ്പോൾ ക്യാമ്പിൽ ഉള്ള ഒരു പോലീസുകാരൻ ആ സമയത്തും ബെൽറ്റ് വെള്ള തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 20 വർഷം ആകുമ്പോൾ അദ്ദേഹം ASI ആവുന്നു. ഒരു സ്റ്റാർ വരുന്നു, യൂണിഫോമിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ASI ആവുന്നു. 28 വർഷം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം SI ആവുന്നുണ്ട്, 2 സ്റ്റാർ ആവുന്നുണ്ട്. കേരള പോലീസ് തന്നെയാണ്. അദ്ദേഹം സബ് ഇൻസ്പെക്ടർ എന്നറിയപ്പെടുന്നു. ഒരു സാധാരണ പോലീസുകാരനായിട്ട് കയറുന്നയാൾ ക്യാമ്പിലാണെങ്കിൽ ഇവിടം വരെ എത്തും. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? CI റാങ്ക്. അപ്പോൾ ക്യാമ്പിൽ അത് OC റാങ്ക് എന്നറിയപ്പെടും. അപ്പോൾ അവിടെയും 3 സ്റ്റാർ. അവിടെ KPS ആണ്, കേരള പോലീസ് സർവീസാണ്. ഇവിടം മുതൽ അങ്ങോട്ട് ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പം കേരള പോലീസ് സർവീസാണ്. ഇനി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്ന ആൾ ക്യാമ്പിൽ നിന്ന് സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോൾ KP മാത്രമാകുന്നു, കേരള പോലീസ് മാത്രമാകുന്നു. തിരിച്ച് അദ്ദേഹം 12 വർഷം എടുക്കും ഈ ഒരു ഗ്രേഡ് വയ്ക്കാൻ. അദ്ദേഹം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആകുന്നു. അപ്പം നമ്മുടെ AR ക്യാമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ബറ്റാലിയനുകളിൽ നിന്ന് ക്യാമ്പിലേക്ക് വരുമ്പം നമ്മുടെ തൊപ്പിയിൽ ഈ ഒരു റിബൺ വരുന്നു. അതാണ് പ്രകടമായ ഒരു വ്യത്യാസം. അപ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോഴും ഈ റിബൺ തന്നെ തൊപ്പിയിലുണ്ട്, എംബ്ലം ഈ വര വരുന്നുണ്ട്. ഇനി നമ്മൾ കേരള പോലീസിൽ എവിടെ ആയിക്കഴിഞ്ഞാലും സാധാരണ പോലീസുകാരൻ കഴിഞ്ഞു, ഗ്രേഡ് കഴിഞ്ഞു, 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ASI ആയി മാറുന്നതോടുകൂടി യൂണിഫോമിൻ്റെ തൊപ്പി മാറുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ അവരുടെ ബ്ലാക്ക് ഷൂ മാറി ബ്രൗൺ ഷൂ ആവുകയും ബെൽറ്റ് ക്യാമ്പിലുള്ള വെള്ള ബെൽറ്റുകാരൻ നമ്മുടെ ലോക്കൽ പോലീസിലേക്ക് വരുമ്പം കറുത്ത ബെൽറ്റ് ആവുന്നു. നമ്മുടെ ASI ആവുന്നതോടുകൂടി അവർ ബെൽറ്റ് ബ്രൗൺ ആവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 28 വർഷം കഴിയുമ്പോൾ അദ്ദേഹം SI ആവുന്നു, സബ് ഇൻസ്പെക്ടർ. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊമോഷനാണ്